നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഗാർഹിക പീഡന പരാതി. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ യുവാവിന്റെ കാൽവെള്ള പോലീസ് അടിച്ചു പൊട്ടിച്ചതായി പരാതി. സംഭവത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോക്സോ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഓയൂർ സ്വദേശി രാജുവിനെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറിയാണ് 12-കാരിയെ പീഡിപ്പിച്ചത്. ഓച്ചിറ ഗ്രേറ്റർ ലയൺസ് ക്ലബിന്റെ നാരീരത്ന പുരസ്കാരം സമ്മാനിച്ചു. തഴവ മണപ്പള്ളി കണ്ണകി ശാന്തിതീരം സെക്രട്ടറി ജയശ്രീ അമ്പാടിക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ജീവകാരുണ്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന സ്ത്രീകൾക്കാണ് പുരസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ഗാർഹിക പീഡന പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ യുവാവിന്റെ കാൽവെള്ള പോലീസ് അടിച്ചു പൊട്ടിച്ചതായി പരാതി. ഇരവിപുരം പനമൂട് സ്വദേശി പ്രബിനെയാണ് പോലീസ് മർദ്ദിച്ചത്. സംഭവത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മേഖലാ സെക്രട്ടറി അനന്തവിഷ്ണുവിനെ പോലീസ് തടഞ്ഞുവെച്ചതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഭാര്യയുമായി അകന്നു താമസിക്കുന്ന ഇരവിപുരം പനമൂട് കോട്ടൂർ പടിഞ്ഞാറ്റത്തിൽ പ്രബിൻ മകളെ കാണാനായി ഭാര്യ ജോലി ചെയ്യുന്ന കടയിലെത്തി. എന്നാൽ മകളെ കാണിക്കാൻ ഭാര്യ തയ്യാറായില്ല. തുടർന്ന് പ്രബിന്റെ ഭാര്യ ഇരവിപുരം പോലീസിൽ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്നെന്ന് കാട്ടി പരാതി നൽകി. പ്രബിനെ പോലീസ് വിളിച്ചു വരുത്തിയ ശേഷം അകത്തെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി എസ്ഐയും 2 പോലീസുകാരുമായി ചേർന്ന് മർദ്ദിക്കാൻ ശ്രമിച്ചു. സുഖമില്ലാത്തയാളാണ്, അടിക്കരുത് എന്ന് പറഞ്ഞതോടെ ബെഞ്ചിൽ കിടത്തി ഇരുകാലുകളും 2 പോലീസുകാർ പിടിച്ചുവെക്കുകയും എസ്ഐ ലാത്തി കൊണ്ട് ഇരുകാലുകളിലും മർദ്ദിച്ചെന്നാണ് പരാതി. തുടർന്ന് പ്രബിനെ പറഞ്ഞുവിട്ടു. ഇയാൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കാണാൻ ഞാൻ പോയാണത്. പോയി വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ മോളെ എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. എടുക്കാൻ വന്ന് ആ കട ഓണർ എൻ്റെ അടുത്ത് പറയുന്നത്, മോനെ നീ വീട്ടിൽ പോടാന്ന് പറഞ്ഞു. വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഓണർ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി കേട്ടാന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി തിരിച്ചു പോരാൻ നേരം ഒരു 2 മണിയാവും. സാറ് വിളിക്കുന്നു, 10 മണിയാവും, ഇന്ന് 10 മണിയാവും, നിങ്ങൾ പോലീസുകാരുടെ അടുത്ത് വരാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞ് ഞാൻ 10 മണിയായി ഞാൻ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നത്, ഭാര്യ ഞാൻ പറയുന്ന വാക്ക് അവർ വിട്ടുതരുന്നില്ല, എസ്ഐ വിട്ടുതരുന്നില്ല. എന്നെ റൂമിൽ കൊണ്ടുപോയി ആദ്യം തല കുളിച്ച് വെച്ച് ഇടിക്കാൻ പോയി. ഞാൻ പറയും സാറേ ഞാൻ ജോലി ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് എന്നെ ഇടിക്കില്ലേ എന്ന് പറഞ്ഞു. എന്നെ നീട്ടി കാല് നീട്ടി കുത്തിയിരുന്ന് 2 പോലീസുകാർ എന്നെ പിടിച്ചിരുത്തി കമ്പ് വെച്ച് 2 അടി. സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അനന്തവിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചു. ഇതേ തുടർന്ന് സ്റ്റേഷനിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറ ഗ്രേറ്റർ ലയൺസ് ക്ലബിന്റെ നാരീരത്ന പുരസ്കാരം സമ്മാനിച്ചു. തഴവ മണപ്പള്ളി കണ്ണകി ശാന്തിതീരം സെക്രട്ടറി ജയശ്രീ അമ്പാടിക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ജീവകാരുണ്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന സ്ത്രീകൾക്കാണ് പുരസ്കാരം. ഓച്ചിറ ഗ്രേറ്റർ ലയൺസ് ക്ലബിന്റെ നാരീരത്ന പുരസ്കാരമാണ് തഴവ മണപ്പള്ളി കണ്ണകി ശാന്തിതീരം സെക്രട്ടറി ജയശ്രീ അമ്പാടിക്ക് സമ്മാനിച്ചത്. CR മഹേഷ് MLA ആണ് പുരസ്കാരം നൽകിയത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ഒരു അമ്മയിൽ നിന്നും ഇപ്പോൾ 100 കണക്കിന് അമ്മമാരിലേക്ക് എത്തിയ ഒരു മഹാസംരംഭം. ഇതിനിടയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, കല്ലേറുകൾ, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇത്രയേറെ എതിർപ്പ് വരും എന്നുള്ളത് ഈ കണ്ണകി ഒരു ഉദാഹരണമാണ്. ഒരു ഷാപ്പ് തുടങ്ങിയാൽ ഒരു എതിർപ്പും വരില്ല. മറ്റേതെങ്കിലും മനുഷ്യന് ഉപദ്രവകരമായ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയാലും ഇത്രയും എതിർപ്പ് വരേണ്ടി വരും. അത്രയും എനിക്കിതിന്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അത്രയേറെ എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ആശ്രമം പോലെ ഒരു സ്ഥാപനം ആരംഭിക്കാൻ തൻ്റെ ഇടം കാണിച്ചാൽ അവരുടെ കുടുംബ പശ്ചാത്തലവും സാഹചര്യവും ഭർത്താവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുടുംബവും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ആ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് 4 നൂറ്റാണ്ടുകാലം നാടകത്തിലും 35ഓളം സീരിയലുകളിലും 5ഓളം സിനിമകളിലും പിന്നെ നിരവധി ഷോർട്ട് ഫിലിം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അഭിനയിച്ച് നല്ലൊരു കലാകാരിയായി മാറിയ CBS.
ജീവകാരുണ്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന സ്ത്രീകൾക്കാണ് പുരസ്കാരം നൽകുക. 25,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കണ്ണകി ശാന്തിതീരം ഏർപ്പെടുത്തിയ സ്ത്രീശക്തി അവാർഡുകൾ ചിലങ്ക കലാ സാംസ്കാരിക വേദിക്കും സാഹിത്യകാരി മായ വാസുദേവിനും പരിപാടിയിൽ സമ്മാനിച്ചു. സൗജന്യ നിയമസഹായ വേദി, ലൈബ്രറി എന്നിവയുടെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. കണ്ണകി പ്രസിഡന്റ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷാജഹാൻ രാജധാനി, ചവറ ഹരീഷ് കുമാർ, രാജീവ് കനകരാജ്, കലാരഞ്ജിനി, അഭിഷേക, ജയശ്രീ അമ്പാടി, വാവ ചിലങ്ക, മായ വാസുദേവ, SS ബിജു എന്നിവർ പങ്കെടുത്തു. ആകാൻ സാധിച്ച, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മയ്ക്ക് ആദ്യമേ ഞാൻ നന്ദി പറയട്ടെ. അതുപോലെ എൻ്റെ അച്ഛൻ, എൻ്റെ 14 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. ഇപ്പം എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു. ഈ നാട്ടിൽ അച്ഛനൊരു ബിസിനസ്സായിരുന്നു. ഈ നാടിൻ്റെ മൊത്തം പട്ടിണി മാറ്റുന്ന, ആർക്കും കടം കൊടുക്കുന്ന ആ അച്ഛൻ്റെ സ്വഭാവം തന്നെയാണ് എനിക്കെന്ന് എല്ലാവരും പറയാറുണ്ട്. എൻ്റെ സഹോദരി എന്നോട് എപ്പോഴും എതിർപ്പാണ്. കാരണം എനിക്ക് ഒരു തരി മണ്ണ് പോലും തരാതെ എൻ്റെ സഹോദരി ഈ പ്രസ്ഥാനത്തിൽ ഇത്രയും ആളുകളെ ഞാൻ പാർപ്പിക്കുന്നതിന് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ബന്ധങ്ങളെയാണ്. എൻ്റെ സഹോദര ബന്ധം ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ട്. എനിക്കിതാണ് എൻ്റെ ജീവിതം. അതിനെന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അമ്പാടിച്ചേട്ടൻ, എൻ്റെ 2 മക്കൾ, ഇവരൊക്കെ എനിക്ക് താങ്ങായിട്ടുള്ളപ്പം പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? പിന്നെ ഇതായിരിക്കുന്നു എൻ്റെ ഇത്രയും ധൈര്യം നൽകുന്ന ഇത്രയും ആൾക്കാർ എന്നോടൊപ്പം ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് എൻ്റെ അച്ഛനമ്മമാരാണ്. ഞാൻ ഒരു അമ്പലത്തിലും പോകേണ്ട, ഒരു പൂജയും നടത്തേണ്ട, ഒന്നും വേണ്ട. എല്ലാ ദൈവങ്ങളും ഇവിടെ തന്നെയുണ്ട്. ന്യൂസ് ബ്യൂറോ, തഴവ. പോക്സോ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഓയൂർ സ്വദേശി രാജുവിനെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറിയാണ് പീഡിപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ഇയാളെ തെങ്കാശിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഓയൂർ റോഡ് വിള തടത്തിവിള താമസക്കാരനായ 56-കാരനായ രാജുവിനെയാണ് 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറിയാണ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ വീട്ടുകാർ കുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസ് നൽകിയതോടെ ഇയാൾ ഒളിവിൽ പോയി. തമിഴ്നാട് തെങ്കാശിയിൽ നിന്നുമാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. പൂയപ്പള്ളി SHO അനിൽകുമാർ, SI രജനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിവിദഗ്ധമായി ഇയാളെ തെങ്കാശിയിൽ നിന്നും പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ കുണ്ടറയിൽ പ്രചാരണത്തിൽ സജീവമായി മുന്നണികൾ. UDF സ്ഥാനാർത്ഥിയായി PC വിഷ്ണുനാഥും LDF സ്ഥാനാർത്ഥിയായി SL സജികുമാറും പ്രചാരണം ആരംഭിച്ചു. NDA സ്ഥാനാർത്ഥിയായി BDGS ആകും മത്സരരംഗത്തുണ്ടാവുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തും മുമ്പേ പ്രചാരണത്തിൽ ഒന്നാമതെത്താനുള്ള നെട്ടോട്ടത്തിലാണ് കുണ്ടറയിൽ മുന്നണികൾ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതിയോ സ്ഥാനാർത്ഥി പട്ടികയോ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ കുണ്ടറയിൽ മുന്നണികൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലെ MLA PC വിഷ്ണുനാഥ് തന്നെയാകും UDFന്റെ സ്ഥാനാർത്ഥിയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. CPM മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന SL സജീവ് കുമാറാകും LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BDJSനായിരുന്നു NDA സീറ്റ് നൽകിയിരുന്നത്. ഇത്തവണ BJP സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കുണ്ടറ BDJSന് തന്നെ നൽകണമെന്നാണ് BDJS നേതൃത്വത്തിന്റെ ആവശ്യം. ഇതിൽ ധാരണയെത്തിയതിനു ശേഷം മാത്രമേ NDA സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. BJP കുണ്ടറ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇടവട്ടം വിനോദിന്റെ പേര് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും മുന്നണി സംവിധാനത്തിൽ ധാരണയായിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയില്ലെങ്കിലും PC വിഷ്ണുനാഥിനായി ചുവരുകളിൽ വെള്ളപൂശിയും ചുവരെഴുതിയും ആദ്യഘട്ട പ്രചാരണം UDF പ്രവർത്തകർ ആരംഭിച്ചു. കുണ്ടറയിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി SL സജികുമാറിന്റെ പേര് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതി ലഭിച്ചാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. മണ്ഡലത്തിൽ SL സജീവ് കുമാറിനും ചുവരജത്ത് ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ BJPയും ചുവരുകളിൽ വെള്ളപൂശി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായിട്ടുണ്ട്. 15 വർഷമായി LDFന്റെ കയ്യിലായിരുന്ന കുണ്ടറ മണ്ഡലം തിരിച്ചുപിടിച്ചത് PC വിഷ്ണുനാഥിലൂടെയാണ്. മന്ത്രി എന്ന നിലയിൽ എതിരാളി മന്ത്രിയായിരുന്ന J മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് മണ്ഡലത്തിൽ സജീവമായി അട്ടിമറി വിജയം നേടിയാണ് PC വിശ്വനാഥ് വിജയിച്ചു വന്നത്. ഇദ്ദേഹത്തെ തന്നെ വീണ്ടും കളത്തിലിറക്കി വിജയം ഉറപ്പിക്കാനായിരിക്കും UDF ശ്രമിക്കുക. എന്നാൽ ദീർഘകാലം CPM കുണ്ടറ ഏരിയ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന SL സജീവ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സജീവ പ്രയത്നത്തിലാണ് LDF ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പന്മന ആശ്രമ തീർത്ഥാടനത്തിന് തുടക്കമായി. ഏപ്രിൽ 20 വരെയാണ് തീർത്ഥാടനം. കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ഉദ്ഘാടനം ചെയ്തു.
പന്മന ആശ്രമ തീർത്ഥാടന മഹാമഹത്തിനാണ് തുടക്കമായത്. ആശ്രമ തീർത്ഥാടനത്തിന്റെ സമാരംഭ സഭ കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭാ കരന്തലജെ ഉദ്ഘാടനം ചെയ്തു. भगवान को पूजा करने के लिए मुश्किल, मंदिर का अंदर नहीं जा सकते थे. You are not allowed to go inside the temples. ऐसे सब टाइम में भगवान एक एक रूप में समाज को आया, भूमि को अवतार किया. केरल का दो बड़ा समाज है, एक बड़ा समाज में बड़ा साधु है चट्टंबी स्वामी जी और नारायण गुरु. ये दोनों केरल का समाज को ऊपर उठाने का, उसका शिक्षा का बात करने का, उसका स्पिरिचुअलिटी का बात करने का बात तब किया. हम अभी बोलते हैं, अभी भाषण करते हैं. वी आर टॉकिंग नाउ, वी आर ब्रिंगिंग सो मेनी स्कीम्स. When Britishers were ruling this country, they were thought about education. इसीलिए हमारा वेदास they always tells, and even Shankaracharya was born in this state. शंकराचार्य ने हमको दिखाया हमारा देश किधर है, किधर से किधर तक है. हमारे देश का मैप हमको पता नहीं था, लोग जाते नहीं थे, फ्लाइट नहीं था, रेल नहीं था, रास्ता नहीं था, सड़क नहीं था, कोई जाता नहीं था. कोई जाए तो चल के जाते थे. हमारे पूर्वजों ने गया काशी तक, मगर दे वर वॉकिंग. मगर हमारे शंकराचार्य ने दिखाया हमारा देश किधर से किधर तक है. साउथ से कश्मीर तक, नॉर्थ एंड ईस्ट, 4 मठ स्थापना करके हमको स्पिरिचुअलिटी को एंड देश को एकत्रित करने का काम तब शंकराचार्य किया. उसका लेगेसी को चट्टंबी स्वामी जी और नारायण गुरु ने आगे बढ़ाया. ആശ്രമ മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ സ്വാഗതം പറഞ്ഞു. വാഴൂർ തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിച്ചു. പന്മന ആശ്രമം ആചാര്യൻ സ്വാമി നിത്യസ്വരൂപാനന്ദ തീർത്ഥാടന സന്ദേശം നൽകി. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ വിശിഷ്ടാതിഥിയായിരുന്നു. കേരളപുരം ആനന്ദധാം ആശ്രമം മഠാധിപതി സ്വാമി ബോധേന്ദ്ര തീർത്ഥ മുഖ്യപ്രഭാഷണം നടത്തി. ഈ കാറിനുള്ളിൽ തനിക്ക് ഇരിക്കുവാൻ ഒരു ഇടം കണ്ടെത്തി. മുൻമന്ത്രി ഷിബു ബേബി ജോൺ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ, വിഷ്ണു വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. പന്മന ആശ്രമ വികസന പദ്ധതി പന്മന ആശ്രമം ജനറൽ സെക്രട്ടറി AR ഗിരീഷ് കുമാർ കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജയ്ക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, ചവറ. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്നേഹമാംഗല്യം നടത്തി. തൊടിയൂർ വയോജന മിത്രം ആശ്വാസ ഭവൻ അമ്മവീട് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സ്നേഹമാംഗല്യം സംഘടിപ്പിച്ചത്. തൊടിയൂർ പ്രാവിളച്ചന്ത വയോജനമിത്രം ആശ്വാസഭവൻ അമ്മവീട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി സ്നേഹമാംഗല്യം സംഘടിപ്പിച്ചത്. അമ്മവീട് അങ്കണത്തിലായിരുന്നു പരിപാടി. രാഹുൽ രാജിന്റെയും അഖില ബിയുടെയും സ്നേഹമാംഗല്യമാണ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ഭംഗിയായി അവരുടെ കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹം കാണിക്കുന്ന മികവ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വളരെയേറെ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പുകൾ നടത്തുകയും ഇവിടെ ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അവരെയൊക്കെ കൃത്യമായി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവരുടെ ഏത് കാര്യത്തിനും മുൻകൈ എടുത്ത് നിൽക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും നല്ല ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഒരു വൃദ്ധസദനം ആണിത്. പിന്നീട് ഓരോരോ പ്രവർത്തനങ്ങൾ, ഓരോ വർഷങ്ങളുണ്ടാകുന്ന ഓരോരോ നമ്മളുടെ ക്രിസ്മസ് ആയാലും നമ്മളുടെ പെരുന്നാളായാലും ഓണമായാലും എല്ലാ വർഷവും 3-4 നല്ല മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഓരോ വരുന്ന നമ്മളുടെ കടനാളുകൾ എന്നൊക്കെ പറയും, അതിനൊക്കെ മുൻകൈ എടുത്ത് ഇവിടുത്തെ പ്രദേശവാസികളെയും ഇവിടുത്തെ അമ്മമാർക്കൊക്കെ
പല വിവിധങ്ങളായ കലാകായിക പ്രവർത്തനങ്ങളൊക്കെ മുന്നിട്ടുണ്ട്. വളരെ സന്തോഷകരമായി അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അമ്മ വീട് പ്രസിഡന്റ് ഡോക്ടർ ഇടമൺ റെജി അധ്യക്ഷത വഹിച്ചു. അമ്മ വീട് സെക്രട്ടറി രാജൻ ടി സ്വാഗതം പറഞ്ഞു. നടി സേതുലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു. ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശാ രമേശ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കായംകുളം ബാബു അനുഗ്രഹ സംഗീതം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലളിതാ മഠത്തിൽ ശംഭു ദിവാൻ, മാതൃസമിതി പ്രസിഡന്റ് സുനിത പി, സെക്രട്ടറി ഓമനാദാസ്, അമ്മവീട് PRO രതീശ ശശിധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ക്യാമ്പസുകളെ അരാഷ്ട്രീയവൽക്കരിക്കാനും അതുവഴി വിദ്വേഷത്തിന്റെയും കപട ദേശീയതയുടെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും ശ്രമം നടക്കുന്നതായി SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. SFI കൊല്ലം ജില്ലാ സമ്മേളനം കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്ര വസ്തുതകളെ തിരുത്തി പുതിയ ചരിത്ര നിർമ്മിതിക്കാണ് രാജ്യത്ത് ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തെ കാമ്പസുകളെ അരാഷ്ട്രീയവൽക്കരിക്കാനും അതുവഴി വിദ്വേഷത്തിന്റെയും കപടദേശീയതയുടെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കാനും ശ്രമം നടക്കുന്നതായി SFI സംസ്ഥാന പ്രസിഡന്റ് P ശിവപ്രസാദ് ആരോപിച്ചു. SFI കൊല്ലം ജില്ലാ സമ്മേളനം കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കപടദേശീയത ഉയർത്തി പാഠപുസ്തകങ്ങളിലെ ചരിത്ര വസ്തുതകളെ തിരുത്തി പുതിയ ചരിത്ര നിർമ്മിതിക്കാണ് രാജ്യത്ത് ശ്രമം നടക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ അമേരിക്കൻ മുതലാളിത്തം നടത്തുന്ന കടന്നാക്രമണങ്ങളുടെ യഥാർത്ഥ ഇരകളായി തീരുന്നത് ലോകമെങ്ങുമുള്ള സാധാരണ മനുഷ്യരാണ്. കേരളത്തിൽ പാചകവാതകത്തിന്റെ വില യുദ്ധം മൂലം വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ അതിന്റെ ദുരിതം സാധാരണ മനുഷ്യരും അനുഭവിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വം എല്ലാ രാജ്യങ്ങൾക്കുമേലും അധീശത്വം സ്ഥാപിക്കാനുള്ള കടന്നാക്രമണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ടാക്കുകയും ചെയ്തത് നമ്മുടെ സമീപകാലത്തെ വിദ്യാർത്ഥിത്വ സംഘടനാ പ്രവർത്തനത്തിന്റെ അനുഭവം. ആ അനുഭവം എന്തുകൊണ്ട് നമുക്കുണ്ടായി? നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്തു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ ചേർന്നപ്പോൾ ആ സംസ്ഥാന സമ്മേളനത്തിൽ ഗൗരവമായി സംഘടന ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ് സമീപകാലത്ത് രാഷ്ട്രീയപരമായും സംഘടനാപരമായും KSUവിനും MSFനും വളരാൻ കഴിയാത്തപ്പോഴും ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി നമ്മൾ പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങൾ വിജയിച്ചു. പക്ഷേ യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗം കൗൺസിലർമാരെ കൂട്ടുന്ന കാര്യത്തിൽ MSF KSU സഖ്യം വിജയിക്കുക. ഗുജറാത്ത് സർവകലാശാല രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. ആ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ KSUവിന് SFI പരാജയപ്പെടുത്താൻ കഴിയില്ല. ഈ സാഹചര്യം എന്തുകൊണ്ട് വന്നു എന്ന് നാം ഗഹനമായി പഠിച്ചപ്പോഴാണ് അരാഷ്ട്രീയമായ കൂട്ടുകെട്ടുകൾ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയമായ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളെ അരാഷ്ട്രീയമായി സംഘടിപ്പിച്ചു. SFI ഉയർത്തുന്ന രാഷ്ട്രീയത്തിനപ്പുറമായി കേവലം ക്യാമ്പസുകൾക്കകത്തെ പ്രകടനപരതയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ആ സംഘാടനത്തിലൂടെ കോളേജിലൂടെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്ന KSU തന്ത്രത്തെ നാം വീക്ഷിച്ചത് പഠിച്ചത്. കരുനാഗപ്പള്ളി കോഴിക്കോട് ചാലയം ഓഡിറ്റോറിയത്തിലെ അജയ് പ്രസാദ് നഗറിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് S ആദർശ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ A അനിരുദ്ധൻ സ്വാഗതം പറഞ്ഞു. നജീബ് രക്തസാക്ഷി പ്രമേയവും സുമി അനുശോചന പ്രമേയവും ജില്ലാ സെക്രട്ടറി കാർത്തിക് ആനന്ദ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ്, AR ഗോപികൃഷ്ണൻ, കാർത്തിക്, ഇബിനു, സുധീന്ദ്രനാഥ്, മഹേശ്വർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുഴൽക്കിണർ ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച കുഴൽക്കിണറാണ് ഉദ്ഘാടനം ചെയ്തത്. 11 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത്. 6 വാർഡുകളിലെ ജലക്ഷാമത്തിനാണ് ഇതിലൂടെ പരിഹാരം കാണാൻ കഴിയുന്നതെന്ന് അധികൃതർ പറഞ്ഞു. കരുനാഗപ്പള്ളി നഗരസഭയുടെ കിഴക്കൻ മേഖലകളിലെ ജലക്ഷാമത്തിന് പരിഹാരമായാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കുഴൽക്കിണർ നിർമ്മിച്ചത്. ഇതോടെ ദേശീയപാതയ്ക്ക് കിഴക്ക് 13 മുതൽ 18 വരെ വാർഡുകളിലും കേശവപുരത്തും ജലക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. വേനൽക്കാലമായതോടെ ഇവിടെ കടുത്ത ജലക്ഷാമമാണ്. 11 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് നഗരസഭ പുതിയ കുഴൽക്കിണർ നിർമ്മിച്ചത്. മരുതൂർ, കുളങ്ങര, കോഴിക്കോട്, മുത്തേത്ത് കടവ് എന്നിവിടങ്ങളിൽ 2 കുഴൽക്കിണറുകൾ കൂടി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജലക്ഷാമം ഏകദേശം പരിഹരിക്കപ്പെടുമെന്നാണ് നഗരസഭാ അധികൃതരുടെ വിലയിരുത്തൽ. കുഴൽക്കിണർ പ്രവർത്തനോദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രകാരം വീണ്ടും നഗരസഭയിൽ വെച്ച് ഇവരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വീണ്ടും കൂടുന്നു. അങ്ങനെ സൂചിയിൽ നൂല് കോർക്കുന്നത് പോലെ വളരെ സൂക്ഷ്മമായി കരുനാഗപ്പള്ളി നഗരസഭയെ മാറ്റിയെടുക്കാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നത്. സാറിന് ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം എല്ലാ പറ്റിപ്പിന്റെ ഇടയിൽ നിന്നാണ് സാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സാറിനെ സംബന്ധിച്ച് അഴിമതിയില്ല, സ്വജനപക്ഷപാതമില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആദ്യം പൊരുത്തപ്പെടാൻ കുറച്ച് മടിയായിരിക്കും. പക്ഷെ അവസാനം അവര് അകമഴിഞ്ഞ് സാറുമായി പൊരുത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം
ആത്യന്തികമായി വിജയിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണ്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രവർത്തന പരിചയമുള്ള കൗൺസിലർമാരാണ്. അത് BJP-യുടെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിലും CPM-ന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും ജനം ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് എല്ലാവരും നല്ല പ്രാപ്തിയുള്ള കൗൺസിലർമാരാണ്. യുവാരുടെ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. നഗരസഭാ ചെയർമാൻ P. സോമരാജൻ അധ്യക്ഷത വഹിച്ചു. അധികാരമേറ്റിട്ട് 2 മാസം പൂർത്തിയായിട്ടേ ഉള്ളൂ. ഈ 2 മാസത്തിനകം തന്നെ കരുനാഗപ്പള്ളി നഗരസഭയുടെ പ്രവർത്തനം അവിടെ വരുന്ന സാധാരണക്കാർക്ക്, നീതി തേടി വരുന്ന സാധാരണക്കാർക്ക് മുൻ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2 മാസം കൊണ്ട് ഓഫീസിന്റെ മാറ്റം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റുന്നതിന് കുറച്ച് കാര്യമായി സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. 2 മാസം കൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ UDF-ന്റെ നമ്മുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റായിട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ ആദ്യത്തേത് കുടിവെള്ള പ്രശ്നമാണ്. വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ, സിംലാൽ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് നേടി അസ്ന അൻവർ. തഴവ സ്വദേശിനിയായ അസ്ന 576 റാങ്ക് നേടിയാണ് നാടിന് അഭിമാനമായത്. എക്കണോമിക്സ് ഓണേഴ്സ് ബിരുദം നേടിയ ശേഷമാണ് സിവിൽ സർവീസ് പരിശീലനം ആരംഭിച്ചത്. സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 576 റാങ്ക് നേടി നാടിന് അഭിമാനമായിരിക്കുകയാണ് തഴവ അൻവർ വിഹാറിൽ അൻവർ ഹുസൈൻ നജീന ദമ്പതികളുടെ മകളായ അസ്ന അൻവർ. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സ് ഓണേഴ്സ് പാസ്സായ ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ അക്കാദമിയിലായിരുന്നു പരിശീലനം. ഒപ്പം ഒട്ടേറെ മോക്ക് ഇന്റർവ്യൂകളിലും പങ്കെടുത്തിട്ടുണ്ട്. ദിവസേന പത്രങ്ങൾ വായിച്ച് നോട്ട് എഴുതിയെടുക്കുന്ന ശീലവും ഇന്റർനെറ്റ് വഴിയുള്ള വിവരശേഖരണവും ഉണ്ടായിരുന്നു. ആദ്യ ശ്രമത്തിൽ തന്നെ ഈ റാങ്കിൽ എത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അസ്ന. ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിന് 576 റാങ്ക് കിട്ടിയാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് വീട്. അപ്പോൾ എറണാകുളം മഹാരാജാസിന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് തന്നെ പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമാണ്. തിരുവനന്തപുരം PSC ആസ്ഥാനത്തെ IT ഹെഡാണ് അസ്ന അൻവറിന്റെ പിതാവ് അൻവർ ഹുസൈൻ. നജീനയാണ് അമ്മ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഐച്ഛിക വിഷയമായി എടുത്ത ആദ്യ തവണ തന്നെ മികച്ച റാങ്ക് നേടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാർഹിക പീഡന പരാതി. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ യുവാവിന്റെ കാൽവെള്ള പോലീസ് അടിച്ചു പൊട്ടിച്ചതായി പരാതി. സംഭവത്തെ തുടർന്ന് DYFI പ്രവർത്തകർ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോക്സോ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഓയൂർ സ്വദേശി രാജുവിനെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറിയാണ് 12-കാരിയെ പീഡിപ്പിച്ചത്. ഓച്ചിറ ഗ്രേറ്റർ ലയൺസ് ക്ലബിന്റെ നാരീരത്ന പുരസ്കാരം സമ്മാനിച്ചു. തഴവ മണപ്പള്ളി കണ്ണകി ശാന്തിതീരം സെക്രട്ടറി ജയശ്രീ അമ്പാടിക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ജീവകാരുണ്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന സ്ത്രീകൾക്കാണ് പുരസ്കാരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.